عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ പ്രിയം നിറഞ്ഞ സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം പഠിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കഴിവിൻ്റെ പരമാവധി അത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിലെ തന്നെ സന്ദർഭങ്ങളുമായി തട്ടിച്ചു നോക്കി അതിൽ പ്രവാചക ചര്യ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ഒരു അവസരത്തെ ആ ഒരു മൂല്യത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരും കാണണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൂടെ അതിൻ്റെ ഒരു തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരല്പം കടന്നുപോയത്. ഉഹദ് മലയിലെ ചരിവിൽ ആ ഉഹദ് യുദ്ധം നടന്ന സ്ഥലത്ത് ശുഹദാക്കളായ സ്വഹാബിമാരുടെ ഖബറിടത്തിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സലാം പറയുന്നതുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ ആ സംഭവം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയുന്നു, നിങ്ങളെ ഇനി ഞാൻ കണ്ടുമുട്ടുക, ഇനി നമ്മൾ തമ്മിലുള്ളൊരു സംഗമ സ്ഥലം, ഒരു നിർണയിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹൗദുൽ കൗസർ. വ ഇന്നി ലഅൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, ഇപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഞാൻ ഹൗദുൽ കൗസറിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ശേഷം ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകും എന്നതല്ല ഞാൻ ഭയപ്പെടുന്നത്. അഥവാ ഈ ആദർശം വെടിഞ്ഞ് മുമ്പിലിരിക്കുന്ന സ്വഹാബിമാർ, മുസ്ലിം സമൂഹം, ഇതിൽ നിന്ന് തൗഹീദിനെ നേർവിപരീതമായ ശിർക്കിലേക്ക് പോകും എന്നത് ഞാൻ ഭയപ്പെടുന്നില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ദുനിയാവിൻ്റെ അതിപ്രസരമാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ, അനുകൂലങ്ങൾ, സമ്പത്ത്, സുഖസമൃദ്ധി ഇതൊക്കെയും വർദ്ധിക്കുകയും മനുഷ്യനിങ്ങനെ ഭൗതികമായ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഒക്കെ ലഭിക്കുകയും പിന്നെ അതിനുവേണ്ടി മനുഷ്യൻ മത്സരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആദർശം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പിശാച്, അതുപോലെ തന്നെ മനുഷ്യന് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറെ കാര്യങ്ങളാണ്. ആദർശത്തിൽ അതിൽ ഭയപ്പെടാത്ത ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന അത്രയേറെ തൗഹീദിൽ അടിയുറച്ച് അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ സ്വഹാബിമാരുടെ ആ ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സ്വഹാബിമാരോട് പറയാണ്, നിങ്ങൾ ഇനി ശിർക്ക് ചെയ്യുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷേ ദുനിയാവിനെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. അത് നിങ്ങളെ നശിപ്പിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി മത്സരിക്കുകയും അങ്ങനെ നിങ്ങൾ നശിക്കുകയും ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, ഫകാനത് ആഖിറ നദ്റത്തിൻ നദർതുഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കണ്ടത് അന്നാണ്. അദ്ദേഹം അന്നാണ്, പിന്നെ റസൂലിന്റെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്.
അപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ആ പ്രവാചകന്റെ ഖുത്ബ കേട്ടയാളായിരുന്നു ഉഖ്ബത്ത് ഇബ്നു ആമിർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയതുപോലെ പ്രവാചകന്റെ അന്ത്യസമയത്തോട് അടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെതായി പറഞ്ഞതും ചെയ്തതും സൂചന നൽകിയതും വ്യക്തമായി സൂചിപ്പിച്ചതുമൊക്കെയായി അനവധി സംഭവങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഹിജ്റ 11-ാമത്തെ വർഷം സഫർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങി. മസ്ജിദുൻ നബവിയുടെ അടുത്തുള്ള ബഖീഉൽ ഗർഖദ്, ബഖീ എന്നറിയപ്പെട്ട സ്വഹാബിമാരൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലം, മുസ്ലിങ്ങളുടെ ആ വലിയ ഖബർസ്ഥാൻ, ബഖീഉൽ ഗർഖദ് എന്നറിയപ്പെട്ട വലിയ ആ വിശാലമായ മഖബറയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചാരകൻ കൂടിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ റസൂലിന്റെ കൂടെ പല ഭൃതൃവേലയും ചെയ്ത് നടന്ന സ്വഹാബിയാണ് അബൂ മുവൈഹിബ. അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അർദ്ധരാത്രി എന്നെ ആളെ വിട്ട് വിളിപ്പിച്ചു. എന്നിട്ട് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ മുവൈഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇങ്ങനെ ബഖീയിലേക്ക് പോകാനും അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടി പ്രാർത്ഥിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വരണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി ബഖീഉൽ ഗർഖദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അവർക്ക് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, അല്ലയോ ഖബറാളികളെ നിങ്ങൾക്ക് സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് സലാം പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പ്രസ്താവനകൾ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ചില പ്രസ്താവന, ലിയഹ്നിലക്കും മാ അസ്ബഹ്തും ഫീഹി മിമ്മാ അസ്ബഹ ഫീഹി നാസ്, ഇന്ന് ജനങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് ജനങ്ങളിൽ വരാൻ പോകുന്ന ഫിത്നകൾ, അതുപോലെ തന്നെ കുഴപ്പങ്ങൾ, മനുഷ്യന് ആയുസ് നീണ്ടതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മരിച്ചുപോയി, നല്ല നിലക്ക് മരിച്ചുപോയി. അവിടെ ബഖീഉൽ ഗർഖദിലുള്ളവർ ഒക്കെയും സ്വഹാബികളാണല്ലോ, വലിയ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത് മരിച്ചുപോയ ആളുകൾ. അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല അവസ്ഥയിലാണുള്ളത്, നമ്മളെക്കാൾ നല്ല അവസ്ഥയിൽ. ഒരു സന്തോഷ വാർത്ത, നിങ്ങളതുകൊണ്ട് സന്തോഷിച്ചുകൊള്ളൂ, ആശംസകൾ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തഅലമൂന മാ നജ്ജാകുമുല്ലാഹു മിൻഹു അഖ്ബലത്തിൽ ഫിതനു കഖിതാഇൽ ലൈലിൽ മുദ്രിം. എന്നിട്ട് മുസ്ലിം സമൂഹം പിന്നീട് നേരിടേണ്ടി വരുന്ന പല ഫിത്നകളെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. ഈ ഹദീസ് അതാണ് പ്രധാനമായി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, എന്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെയധികം നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു, ആഹ്ലാദിക്കുമായിരുന്നു. അഥവാ ഇരുട്ടുള്ള രാത്രിയിൽ വരുന്നത് പോലെ, കട്ട പിടിച്ച ഇരുട്ട് പോലെ വരുന്ന ഫിത്ന, തുടരെ വരുന്ന ഫിത്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുസ്ലിം സമൂഹം പിന്നീട് അനുഭവിക്കാൻ പോകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന ആ ഫിത്നകളെ കുറിച്ച് പലതരത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, അവസാന കാലത്തെക്കുറിച്ച്. അങ്ങനെയൊക്കെ അന്ത്യനാളിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാരംഭഘട്ടത്തിലെ അടയാളങ്ങളിൽ ഒന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മരണത്തെ വരെ എണ്ണിയത്, പ്രവാചകത്വ നിയോഗത്തെയും ഒക്കെ എണ്ണിയത്. അപ്പൊ അതിനെയൊക്കെ സൂചിപ്പിച്ചു, ഇത്ബാഉ അവ്വലുഹ ആഖിറഹ, ആ ഫിത്ന, പിന്നീട് വരാൻ പോകുന്ന ഫിത്ന, അതിന്റെ തുടക്കം അതിന്റെ അവസാനത്തെ പിന്തുടരും. അഥവാ ഇങ്ങനെ തുടരെ വരും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അൽ ആഖിറതു ശർറു മിനൽ ഊല, ആദ്യം വന്നതിനേക്കാൾ കടുത്തതും കൂടുതൽ കഠിനതരവുമായിരിക്കും പിന്നീട് വരുന്ന ഫിത്ന. അഥവാ മനുഷ്യൻ ഫിത്നയിൽ നിന്ന് ഫിത്നയിലേക്ക് പോകുന്ന കാലഘട്ടം. വേറെ പല ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് കാണാൻ കഴിയുമല്ലോ. പിന്നീട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഫിത്നകൾ, ഒരു മനുഷ്യൻ രാവിലെ മുസ്ലിമാകുന്നെങ്കിൽ വൈകുന്നേരം കാഫിറാകുന്നു, വൈകുന്നേരം മുസ്ലിമായ ഒരു മനുഷ്യൻ പിറ്റേന്ന് രാവിലെ കാഫിറായി മാറുന്നു. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ നേരിടുന്ന കാലഘട്ടം നേരിടേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ നേരത്തെ മരിച്ചുപോയി, വലിയ നിങ്ങളൊക്കെ നല്ല അവസ്ഥയിലാണ്, ഇത് ശേഷം വരാറുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ മുവൈഹിബ, യാ അബാ മുവൈഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചില സ്വാതന്ത്ര്യം നൽകി, എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി. എന്താണ്? ഇന്നി ഖദ് ഊതീതു മഫാത്തിഹ ഖസാഇനി ദുനിയ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. എനിക്ക് ഒന്ന് അല്ലാഹു നൽകാമെന്ന് പറഞ്ഞു, ഒന്ന് ഈ ദുനിയാവിന്റെ മുഴുവൻ ആധിപത്യം, ഇവിടെ ദുനിയാവിലെ മുഴുവൻ ഖസാഇനുകളുടെയും താക്കോലുകൾ
മുഴുവൻ സമ്പത്ത്, ആധിപത്യം, അധികാരം, വൽ ഖുൽദ ഫീഹാ, അതിൽ ശാശ്വതവാസം, സുമ്മൽ ജന്ന, അതോടൊപ്പം സ്വർഗം. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്റെ മുമ്പിൽ വെച്ച ഒരു ഇപ്പുറത്ത് വെച്ചൊരു ഓഫറാണ്. ദുനിയാവിലെ അധികാരം, ദുനിയാവിലെ ശാശ്വതവാസം, അതോടൊപ്പം സ്വർഗം. വഖുയ്യിർതു ബൈന ദാലിക്, അതും പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അടുത്ത് പറഞ്ഞു ബൈന ലിഖാഇ റബ്ബി അസ്സ വജല്ല വൽ ജന്ന. അപ്പുറത്ത് പറഞ്ഞത് അല്ലാഹുവിന്റെ ലിഖാഉം അതോടൊപ്പം സ്വർഗവും. അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടാനുള്ള ലിഖാ, ആ വലിയ പദവിയും ആ വലിയ സൗഭാഗ്യവും സ്വർഗവും കൂടെ. അപ്പൊ അബൂ മുഹീബ റളിയല്ലാഹു അൻഹു പറയാണ്, ബി അബി വ ഉമ്മി, എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ താങ്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതൊരു പ്രയോഗമാണ്, നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രയോഗം എല്ലാം പ്രവാചകൻ എന്തു പറയുന്നതും പ്രവാചകൻ അങ്ങേയറ്റം ഞാൻ സമർപ്പിച്ചു എന്ന് പറയുന്ന അറബി ഭാഷയിലെ ഒരു ശൈലിയുള്ള വാചകം. അല്ലാഹുവിൻ്റെ റസൂൽ, നിങ്ങൾക്ക് ദുനിയാവിലെ ഈ അധികാരവും ആധിപത്യവും അതിലെ ശാശ്വതവും അതോടൊപ്പം സ്വർഗവും അതെടുത്തൂടെ, അത് സ്വീകരിച്ചൂടെ? സ്വർഗവും ഉണ്ടല്ലോ, അതോടൊപ്പം ദുനിയാവിലെ അധികാരം. മുമ്പും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയും ആ പ്രവാചകന്റെ വീട്ടിലെ ദാരിദ്ര്യവും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണക്കാരനെ പോലെ പല അവസ്ഥകളിലും ആവശ്യമായ മതിയായ ഭൗതികമായ വിഭവങ്ങളില്ലാതെ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ അവിടെ മുമ്പിൽ വന്ന് കണ്ണ് നിറച്ചതും ചോദിച്ചതുമൊക്കെ നമ്മൾ മുമ്പും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലേ, ദുനിയാവിലെ ആധിപത്യം, ദുനിയാവിലെ സമ്പത്ത്, വലിയ സുഖസൗകര്യങ്ങൾ, അന്നത്തെ മറ്റു പല സാമ്രാജ്യങ്ങളിലെയും വലിയ നേതാക്കന്മാരൊക്കെ ജീവിക്കുന്നത് പോലെ അതും താങ്കൾക്ക് തിരഞ്ഞെടുത്തൂടെ? അല്ലാഹു അത് മോശപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ, അതോടൊപ്പം സ്വർഗവും ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലാഹി യാ അബാ മുവൈഹിബ, അബൂ മുവൈഹിബ അല്ല, അല്ലാഹുവാണ്, അല്ല, അതല്ല എൻ്റെ ലക്ഷ്യം. ലഖദ് ഇഖ്തർതു ലിഖാ റബ്ബി വൽ ജന്ന, അല്ലാഹുവിനെ കാണുക, അല്ലാഹുവിൻ്റെ റബ്ബിൻ്റെ ലിഖാ, റബ്ബിൻ്റെ ലിഖാവും സ്വർഗവുമാണ് ഞാൻ തിരഞ്ഞെടുത്തത് അബൂ മുവൈഹിബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ നമുക്ക് മറ്റൊന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു പരലോകബോധവും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചിന്തയും നമ്മുടെ ഈ ദുനിയാവിൽ നമ്മളെന്ന മനുഷ്യനുണ്ടാകേണ്ട ചിന്തയും നമുക്കുള്ളൊരു പാഠവും അല്ലാഹുവിൻ്റെ ലിഖാ എന്നതിനെ കുതിക്കുക എന്ന വലിയൊരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റ് ഹദീസുകളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയുമല്ലോ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, ആ ലിഖാഇനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹു തിരിച്ചും അവനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും എന്നതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അല്ലാഹു ഒന്നാമതാകുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടതാകുമ്പോൾ, അപ്പോഴാണ് അല്ലാഹുവിനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ അല്ലാഹു തിരിച്ചു നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനു പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചതുപോലെ ദുനിയാവിലെ മുഴുവനും എല്ലാം, മഫാത്തിഹു ഖസാഇനി ദുനിയ, എല്ലാം വെച്ചാലും ഇല്ല, അതിലൊന്നും ഒരു തെറ്റില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ഇത് രണ്ട് ഓപ്ഷൻ അല്ലാഹു വെച്ചതിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു എങ്കിൽ അല്ലാഹു കൊടുത്ത ഓപ്ഷനാണ്. അതിലെന്താണ് തെറ്റ്? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാൻ അല്ലാഹു കൊടുത്ത അവസരമാണല്ലോ. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണനയും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും പ്രിയപ്പെട്ടതുമൊക്കെ എന്താണെന്ന് തീരുമാനിക്കുന്നിടത്ത് ഈ ഹദീസും അതുപോലെ തന്നെ റസൂലുള്ളാഹിയും മറ്റു പല ഹദീസുകളുമൊക്കെ നമുക്ക് വലിയ പാഠമാണ്. ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് മുമ്പിലേക്ക് വന്നാലും, സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നമ്മൾ വില കൂടിയതായി കാണുന്ന എന്തൊക്കെ വന്നാലും അപ്പുറത്ത് പടച്ചവന്റെ അടുത്തുള്ള പ്രതിഫലവും അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടാനുള്ളതാണ് എന്ന ബോധ്യവും ഒക്കെ അപ്പുറത്ത് വരുമ്പോൾ, ആ ലിഖാഇനെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുനിയാവിലെ പല പ്രയാസങ്ങളെയും ലളിതമായി തരണം ചെയ്യാൻ കഴിയും എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ബഖീയിലെ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്റെ വഫാത്തിലേക്ക് എത്തിച്ച ആ വലിയ പനിയുടെ തുടക്കമുണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഈ സഫർ മാസത്തിന്റെ അവസാന നാളുകൾ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, സഫർ മാസത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ, അവസാന ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഈ പിറ്റേന്ന് ദിവസം രാവിലെ മുതൽ പ്രവാചകന് വളരെ ശക്തമായ പനിയുടെ ആരംഭം തുടങ്ങി, വേദന തുടങ്ങി. ഏകദേശം ഈ ഒരു കാലയളവിൽ 3 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കാൻ പോലും കഴിയാത്തത്ര ശാരീരിക പ്രയാസമുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത് വളരെ
കഠിനമായ തലവേദനയായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ ബഖയിൽ നിന്ന് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റജഅ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ മിൻ ജനാസത്തിൻ ബിൽ ബഖിയ. ബഖിയയിലെ ആ സംഭവത്തിന് ശേഷം പ്രവാചകൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അന്ന് എനിക്ക് തലവേദനയായിരുന്നു. എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കന്ന് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ തല, ആ വേദന വരുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന ഒരു വാചകമാണ് അറബിയിൽ, എന്തൊരു വേദന, തല എന്തൊരു വേദന. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അന എൻ്റെ തല അതിനേക്കാൾ വലിയ വേദനയാണ്. എന്നിട്ട് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ദറക്കി ലൗ മിത്തി മിൻ ഖബ്ലി. ആയിഷ, എനിക്ക് മുമ്പേ നീയാണ് മരിക്കുന്നതെങ്കിൽ, അഥവാ വളരെ കഠിനമായ തലവേദന കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകത്തിൽ മരണപ്പെടുമോ എന്നുള്ള അത്രമാത്രം വലിയ വേദന പ്രകടിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ എനിക്ക് മുമ്പ് നീയാണ് മരിക്കുന്നതെങ്കിൽ ഫഗസ്സൽതുകി വകഫൻതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ കഫൻ പുടവ നിനക്ക് പൊതിഞ്ഞ് നിന്റെ മയ്യത്തിൽ പൊതിയുകയും ഒക്കെ ചെയ്യുന്നത്, സുമ്മ സല്ലൈതു അലൈകി വദഫൻതുകി, പിന്നെ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കും, അതുപോലെ തന്നെ നിന്നെ ഞാൻ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഇതൊക്കെ ആയിരുന്നുവെങ്കിലോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാചകം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓ അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിലും പിന്നെ തിരിച്ചു വന്ന് നിങ്ങൾക്ക് മറ്റു ഭാര്യമാരോടൊപ്പം ഈ വീട്ടിൽ കഴിയാനല്ലേ? വല്ലാഹി ലൗ ഫഅൽത ദാലിക ലഖദ് റജഅത ഇലാ ബൈതി ഫഅറസ്ത ഫീഹി ബിബഅദി നിസാഇക. പിന്നെ മറ്റേതെങ്കിലും ഭാര്യമാരോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാനല്ലേ ഞാൻ മരിച്ചതിന് ശേഷം. തമാശയായി പറഞ്ഞതാണ്. റസൂലുള്ളാഹി ചിരിച്ചു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വളരെ കഠിനമായ വേദനയും മറ്റു കാര്യങ്ങളും ഒക്കെയായി പിന്നെ പ്രവാചകന്റെ വഫാത്തിലേക്ക് അത് എത്തിച്ചേരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഈ രോഗത്തിന്റെ ആരംഭഘട്ടങ്ങളിലും ഒക്കെ തുടക്കത്തിലുമൊക്കെ എല്ലാ ഭാര്യമാരുടെയും വീട്ടിൽ പോകണമെന്ന പ്രവാചകന്റെ പതിവ് തെറ്റിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പ്രവാചകന്റെ ആരോഗ്യാവസ്ഥ അതിന് യോജിച്ചതായിരുന്നില്ല. ഓരോ ഭാര്യമാരുടെ വീട്ടിൽ സന്ദർശനം നടത്തി മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും അവരുടെ ഊഴമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അതിന് മാത്രമുള്ള ഒരു ആരോഗ്യാവസ്ഥ ഇല്ലാതിരുന്നു. വളരെ രോഗം കഠിനമാകാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ള ഭാര്യമാരോടൊക്കെയുമുള്ള അനുവാദം വാങ്ങിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ തുടരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപ്പെട്ടത്. അന്ന് പള്ളിയിൽ പോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കാലുകൾ ഇങ്ങനെ നിലത്ത് തട്ടി ഇഴയുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കഠിനമായപ്പോൾ ഇസ്തഅദന അസ്വാജഹു ഫീ അൻ യുമറദ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ദിവസം കഴിച്ചു കൂട്ടാൻ രോഗസമയത്തെ ശുശ്രൂഷയൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിക്കോട്ടെ എന്ന് പ്രവാചകൻ മറ്റു ഭാര്യമാരോട് അനുവാദം ചോദിച്ചു. അവർ അനുവാദം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ തഖുത്തു റിജ്ലാഹു ഫിൽ അർദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ ഇങ്ങനെ നിലത്ത് തട്ടുന്നുണ്ടായിരുന്നു, ഇഴയുന്നത് പോലെ. കാരണം രണ്ടാളുകളുടെ ചുമലിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈ പിടിച്ച് അങ്ങനെ താങ്ങിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത്. കാരണം മഹദിയുടെ വീട്ടിലാണുള്ളത്. ഒരുപാട് സംഭവങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നേരിട്ട് തന്നെ ഹദീസുകളിലൂടെ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. പല ദിവസവും മറ്റു ഭാര്യമാരുടെ വീട്ടിലായിരിക്കുമ്പോൾ ഐന അന ഗദൻ, ഇനി നാളെ ഞാൻ എവിടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യത്തോടുകൂടി ചോദിക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അത് ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലെത്തിയാൽ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൻ്റെ രോഗശുശ്രൂഷയൊക്കെ അവിടെ സമയം ചെലവഴിക്കുകയാണ് റസൂൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മറ്റു ഭാര്യമാരുടെ വീട്ടിലായിരിക്കുമ്പോൾ നാളെ ഞാൻ എവിടെ, നാളെ എൻ്റെ ദിവസം എവിടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നതിന് വേണ്ടി എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പനി, റസൂലുള്ളാഹി ഇങ്ങനെ വളരെ അതികഠിനമായ ചൂടും പനിയും ഒക്കെ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരുന്നു. പ്രവാചകന്റെ ആ പുതച്ചിരിക്കുന്ന ആ പുതപ്പിൽ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ തൊട്ടാൽ തന്നെ ആ ചൂട് അനുഭവപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹിൽ വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഒരു മനുഷ്യൻ
പനി കൊണ്ട് ജ്വരം പിടിച്ച് ഇത്രമാത്രം കഠിനമായി പനി പിടിച്ച് ചൂട് പിടിച്ച് നിൽക്കുന്നത് ഞാൻ, ഇത്ര വേദന അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും പ്രവാചക പത്നി എന്ന നിലയിലും മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞത്. അത്രയധികം വേദന എന്ന് പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള രോഗവും പനിയും ചൂടും ഒക്കെ അധികമായിരുന്നു എന്നതൊരു ഒരു വസ്തുതയായി. പ്രവാചകന്മാർക്കൊക്കെയും അങ്ങനെ തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സമയത്ത് സന്ദർഭം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ഒരിക്കൽ ഈ സമയത്ത് ഈ പ്രവാചകന്റെ ഈ അവസാന ഘട്ടത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി വീട്ടിൽ പോയി. പ്രവാചകന് വളരെയധികം ബുദ്ധിമുട്ടുള്ള പനി പിടിച്ച് വളരെ ചൂടുള്ള അവസ്ഥയിലായിരുന്നു അത്. ഞാൻ പ്രവാചകൻ കൈകൊണ്ട് തൊട്ടു. പൊള്ളുന്ന ചൂട്, ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്തൊരു ചൂട്, വളരെ കഠിനമായ പനി. അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക ലതുഅഖു വഅകൻ ശദീദൻ, അല്ലാഹു റസൂലേ എന്താ നിങ്ങൾ ഒരു പനി, അത് ചൂട്, ഇതൊക്കെ ഇത് വളരെ അതികഠിനമായ രൂപത്തിലാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അത് ശരിയാണ് ഇബ്നു മസ്ഊദ്, എനിക്ക് തോന്നിയത് ശരിയാണ്. ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളൊരു സാധാരണ മനുഷ്യനേക്കാൾ ഇരട്ടി ഒരു 2 മനുഷ്യന്റെ ചൂടും പനിയുമാണ് എനിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ദാലിക അന്നലക അജ്റൈൻ, നിങ്ങൾക്ക് പ്രവാചകരെ താങ്കൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, 2 പ്രതിഫലമുണ്ട് എന്നതുകൊണ്ടാണോ താങ്കൾക്ക് ഇത്ര ഇരട്ടി ചൂടും ഇരട്ടി പനിയും ഈ ഇരട്ടി ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നത്? റസൂലുള്ളാഹി അജൽ, അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മനുഷ്യരെക്കാൾ അവരുടെ പരീക്ഷണം കഠിനതരമായിരിക്കും എന്നത് മറ്റു ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഹദീസിന്റെ വാക്കിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നു. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഏത് മുസ്ലിം ആയിരുന്നാലും മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മറദിൻ, ഏതൊരു മനുഷ്യനും രോഗം കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷ നൽകുകയാണ്, ഒരു മുസീബത്ത് അവനെ ബാധിക്കുകയാണ്, ഇല്ല ഹത്തല്ലാഹു ബിഹാ സയ്യിആതി, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ നീക്കിക്കളയുക, പൊഴിച്ചു കളയുക തന്നെ ചെയ്യും. കമാ തഹുത്തു ഷജറതു വറഖഹ, ഒരു വൃക്ഷം അതിന്റെ ഇലകൾ പൊഴിച്ചു കളയുന്നത് പോലെ അവനിൽ നിന്ന് അല്ലാഹു പാപങ്ങളെ ഇങ്ങനെ വേർപിരിച്ചുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധിക്കുന്ന പനി, അതുപോലെ തന്നെ രോഗങ്ങൾ, മറ്റു പല ഹദീസുകളിലും പറയുന്നത് പോലെ ഹത്ത ഷൗക്കത്ത യുസീബുഹ, ഒരു മുള്ളു തറയ്ക്കുന്നത്, നമ്മളതിൽ ക്ഷമിക്കുന്നു, നമ്മൾ ആ അള്ളാഹു നമുക്ക് നൽകിയ രോഗത്തിൽ, ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമ അവലംബിക്കുന്നു, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണമായിരുന്നു, ഒരു മുള്ളു തറയ്ക്കുക എന്നുള്ളത് ഒരു ചെറിയ ഒരു ചെറിയ വേദനയുള്ള മനുഷ്യനൊരു കാര്യമാണ്. ഒരു മുള്ളു തറയ്ക്കുക, അതിനു പോലും നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അപ്പുറത്ത് അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, രോഗങ്ങൾ എന്നതൊരു ഉദാഹരണമാണല്ലോ. നമ്മുടെ കുടുംബജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പല തരത്തിലുള്ള ഓരോരുത്തരുടെയും പരീക്ഷണങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ദുനിയാവിൽ ഇങ്ങനെ ഈ പല ദുരന്തങ്ങളും, ഈ വയനാട്ടിലും മറ്റുമൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ നിരീശ്വരവാദികളും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിങ്ങനെ ഉയർത്തിവിട്ടി ചോദിക്കാറുണ്ട്, എന്താണിത് ഇങ്ങനെ പരീക്ഷണങ്ങൾ, ഇങ്ങനെ ദൈവം ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ടാണോ ഇങ്ങനെ ഓരോന്നിങ്ങനെ, ദൈവം അങ്ങനെ ഒരു സൈക്കോ ആണോ, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ നിങ്ങളുടെ ദൈവം അള്ളാഹു എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന എന്തു പരീക്ഷണവും പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കാനുള്ള ഈ പ്രതിഫലവും അവനെ തട്ടിച്ച് അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവർ മനസ്സിലാക്കുകയാണെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയാണ് എന്തു പ്രയാസത്തിലും. എന്നാൽ നേരെ മറിച്ച് ഈ വിശ്വാസമില്ലാത്ത, ഒരു തരത്തിലുള്ള പ്രതീക്ഷയുടെ ഒരു പിടിവള്ളി പോലും ഇല്ലാത്ത, ഭൗതികമായി മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് അതിന് പിന്നിലുള്ളത്? കുറേ ആളുകൾ മരിക്കുന്നു, കുറേ ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, കുറേ ആളുകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, അങ്ങനെ പലതും കൊണ്ട്, യുദ്ധം ഇതൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നു, മരിച്ചു മണ്ണടിയുന്നു, എല്ലാം കഴിയുന്നു, അപ്പുറത്തൊന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആ രോഗ അവസ്ഥയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മുസ്ലിമിന് ഈ പരീക്ഷ ദുനിയാവെ അനുഭവിക്കുന്നതിനൊക്കെയും അതിന് പിന്നീട് ഒരു ലോകം വരാനുണ്ട്. അവിടെ പഠിച്ചവൻ ഇതിനൊക്കെയും നമുക്ക് ചില റിസൾട്ടുകൾ നമുക്ക് കാണാനുണ്ട്, ഇതൊന്നും വെറുതെയാവില്ല എന്ന് പഠിപ്പിക്കുക. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഈ പ്രവാചകന് രോഗം ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രവേശിച്ചു. ഫവദഅതു യദി അലൈഹി, ഞാൻ റസൂലിന്റെ മേൽ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കൈവച്ചു. അപ്പോൾ
റസൂൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ പുതപ്പ്, അതിൻ്റെ മുകളിൽ കൈവച്ചപ്പോൾ തന്നെ ഫവജത്തു ഹർറഹു, എനിക്കപ്പോൾ തന്നെ ചൂട് ഇങ്ങനെ എൻ്റെ കയ്യിൽ അനുഭവപ്പെട്ടത് എനിക്ക് മനസ്സിലായി, അത്രമാത്രം ചൂട്. അപ്പം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മാ അശദ്ദഹ അലൈക്, അല്ലാഹു റസൂലേ എത്ര കഠിനമാണ് താങ്കളുടെ ചൂടും താങ്കളുടെ പനിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ സഈദ് ഇന്ന കദാലിക്, നമ്മൾ പ്രവാചകന്മാർ അങ്ങനെയാണ്. പ്രവാചക സദസ്യന്മാർ മാത്രമല്ല, നമ്മൾ പ്രവാചകന്മാർ അങ്ങനെയാണ് റസൂൽ പ്രയോഗിച്ചത്. ഇന്ന കദാലിക്, നമ്മൾ അങ്ങനെയാണ്. യുദഅഫു ലനൽ ബലാ വയുദഅഫു ലനൽ അജ്ർ, നമ്മുടെ ബലാകൾ പരീക്ഷണങ്ങളും ഇരട്ടികളായിരിക്കും. യുദഅഫ്, അത് ഇരട്ടികളായിരിക്കും. വയുദഅഫു ലനൽ അജ്ർ, അതുപോലെ തന്നെ നമ്മൾ പ്രവാചകന്മാരുടെ പ്രതിഫലവും അതും ഇരട്ടികളായിരിക്കും. അപ്പോൾ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, നമ്മളൊരു പക്ഷേ പലപ്പോഴും കേട്ട ഹദീസാവും, അയ്യുൻ നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അപ്പോൾ ഈ ആളുകളിൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, ബലാകൾ, പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയ, അത് പ്രവാചകന്മാർക്ക് തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് എനിക്ക് ഏറ്റവും വലുത്, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളായിരിക്കും ഏറ്റവും വലുത്. നമ്മളൊക്കെ പലതും വരുമ്പോൾ, പല പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കാറുള്ള ഒന്നാണ്, പഠിച്ചോനെ ഇതൊക്കെ ഇത്ര വലിയ പരീക്ഷണം വേറെ ആർക്ക് കൊടുക്കല്ലേ, ഇത് അത്ര മുട്ടിപ്പോയി, അങ്ങേയറ്റത്തെത്തിപ്പോയി, ഇനിയൊന്നും ഒരു വാതിൽ മുട്ടാനില്ലാത്ത അവസ്ഥയായിപ്പോയി, വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയി, എല്ലാവരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തെ ഏറ്റവും കഠിനതരമായ പരീക്ഷണം അത് പ്രവാചകന്മാർക്കാണ്. അവരനുഭവിക്കാത്തൊരു പരീക്ഷണവും, അവരനുഭവിച്ചതുപോലെയുള്ള പരീക്ഷണമൊന്നും നമുക്കില്ല എന്നത്, നമ്മളിനി എത്ര വലുത് അനുഭവിച്ചാലും അത്രത്തോളം എത്താൻ പോകുന്നില്ല എന്നത് നമുക്ക് ഈ ഹദീസിൽ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പിന്നെയും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സുമ്മ മൻ, പിന്നെ ആർക്കായിരിക്കും? പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ആർക്കായിരിക്കും? അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങളായ, അഥവാ ദീനിനോടടുത്ത നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇതിന് ഈ സമാനമായ മറ്റു പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. സുമ്മൽ അംസൽ ഫൽ അംസൽ എന്ന് മറ്റൊരു നിവേദനത്തിൽ വന്നിട്ടുണ്ട്. അഥവാ പിന്നീട് അവരെ പോലെയുള്ളവർ, അഥവാ പ്രവാചകന്മാരെ പോലെയുള്ളവർ, പിന്നീട് പ്രവാചകന്മാരെ പോലെയുള്ളവർ, അഥവാ പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച അവരുടെ ആദർശം, അവർ നിർവഹിച്ച ദൗത്യം, പ്രബോധനം, അവർ ഈ ലോകത്ത് സഹിച്ച അവർ സ്വീകരിച്ച ഈ പാത, ഇത് സ്വീകരിക്കുന്ന, ഈ ആദർശം സ്വീകരിക്കുന്ന, ഈ പ്രബോധന ദൗത്യത്തിൽ ഏർപ്പെടുന്ന, ഈ ജോലി നിർവഹിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും പരീക്ഷകൾ ഉണ്ടാവും. മറ്റു പല ഹദീസുകൾ നമുക്ക്, ഒരു മനുഷ്യൻ അവന്റെ ദീനിന്റെ തോതിനനുസരിച്ചാണ് അവൻ പരീക്ഷിക്കപ്പെടുക, അതിന്റെ അളവിനനുസരിച്ച്. അവന്റെ ദീനിൽ ഉറപ്പുണ്ടെങ്കിൽ അവന്റെ പരീക്ഷണത്തിനും ഉറപ്പുണ്ടാവും. അവന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു അലസ മനോഭാവത്തിലാണ് ദീനിനെ കൈകാര്യം ചെയ്യുന്നത്, ദീനി ചിട്ടകളൊക്കെ ജീവിതത്തിൽ അത്രയ്ക്ക് ഉള്ളൂ എങ്കിൽ അവന്റെ പരീക്ഷണവും അതിന് സമാനമായിരിക്കും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയാണ്, ഇൻ കാന അഹദുഹും ലയുബ്തലാ ബിൽ ഫഖർ ഹത്താ മാ യജിദു അഹദുഹും ഇല്ലൽ അബാഅത യഹ്വിഹാ, ഒരൊറ്റ പുതപ്പ് മാത്രം നാണം മറയ്ക്കാനായി ഉള്ള ഒരു അവസ്ഥ, ദാരിദ്ര്യം അത്രത്തോളം എത്തുന്ന രൂപത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. സ്വാലിഹീങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്, മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ നല്ല ആളുകളെ കുറിച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദീനിനോട് അടുത്ത് നിന്നോ ചേർന്ന് നിന്നോ എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മുമ്പ് പ്രവചിച്ചതാണ്, അത് ഉറപ്പാണ് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണല്ലോ, സുമ്മ സ്വാലിഹൂൻ, സ്വാലിഹീങ്ങൾക്ക്, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സ്വാലിഹീങ്ങൾക്ക്. എന്നിട്ടാണ് റസൂൽ പറയുന്നത്, ദാരിദ്ര്യം കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ട് ഹത്താ മാ യജിദു അഹദുഹും ഇല്ലൽ അബാഅത യഹ്ബിഹാ, ഒരൊറ്റ അബാഅ, ഒന്നുകിൽ ഒട്ടകത്തിന്റെ പുറത്തിടുന്ന ഒരു വലിയൊരു പുതപ്പ് പോലത്തെ ഒരു വസ്ത്രം, അല്ലെങ്കിൽ ഒരൊറ്റ വസ്ത്രം, അതുമാത്രം നാണം മറയ്ക്കാൻ. അത് പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ വസ്ത്രം കൊണ്ട് അത് പുതക്കുക, അത് മാത്രമേ ഉള്ളൂ കയ്യിൽ. ദാരിദ്ര്യം കാരണം നാണം മറയ്ക്കാൻ ഒരൊറ്റ കീറത്തുണി മാത്രമുള്ള അവസ്ഥയിലേക്ക് വരെ അവൻ എത്തും. വേറെ ചില പണ്ഡിതന്മാർ അതിലെ ചില മറ്റു റിപ്പോർട്ടുകൾ വെച്ച് വിശദീകരിച്ചതുപോലെ ഒരൊറ്റ വസ്ത്രം, അതിൽ തല പുറത്തിടാനില്ല, അവസാനം ആ വസ്ത്രം തന്നെ അതിൻ്റെ ഒരു വശം അതിൽ ഒരു ഓട്ടയുണ്ടാക്കി അതിലൂടെ തല പുറത്തിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരു മര്യാദക്കൊരു വസ്ത്രം പോലും ഇല്ലാതെ ഒരു സ്വാലിഹായ മനുഷ്യൻ പ്രയാസപ്പെടും. അത്ര വലിയ പരീക്ഷകൾ എത്തിയേക്കും.
അതുവരെ എത്തിയേക്കാം. അതിന് പിന്നെ അടുത്ത വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാ കമാ യഫ്റഹു അഹദുകും ബിർറഖാ. എന്നാൽ അത് മാത്രമല്ല, ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യൻ, ഒരു നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രസം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കുന്നു എന്ന ഈ ഒരു രസം, എന്ന ഈ ഒരു സന്തോഷം, അതൊരു മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ, ആ ദുനിയാവിലുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ ആ നിലക്കൊരു മനുഷ്യനെ മനസ്സിലാക്കി അതിനുള്ളിലെ ആ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ, അവസാനം ആ മനുഷ്യൻ അള്ളാഹു അവന് കൊടുക്കുന്ന ബലാകളിൽ അവൻ സന്തോഷിക്കാൻ തുടങ്ങും. അവൻ സന്തോഷിക്കുകയും കമാ യഫ്റഹു അഹദുകും ബിർറഖാ, ഒരു മനുഷ്യന് വലിയ സമ്പന്നനായിരിക്കുമ്പോൾ, ജീവിതം ഇങ്ങനെ സുഖസമൃദ്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ എത്ര സന്തോഷവാനായിരിക്കുന്നു, അതുപോലെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തോടുകൂടി സ്വാലിഹീങ്ങളായ മനുഷ്യർ കടന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇബ്നു മാജ അദ്ദേഹത്തിന് സുനനിൽ ഉദ്ധരിച്ചതാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച്, ആ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച്, അതിൽ ഏതുവരെ എത്താമെന്ന്, അങ്ങേയറ്റം വരെ മനുഷ്യൻ പരീക്ഷിക്കപ്പെടാമെന്ന് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രവാചകന്റെ ഈ അവസാന കാലഘട്ടത്തിലെ ഈ ഉപദേശങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയിൽ, നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്കത് ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യവും ഒക്കെ വെച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും എന്നതിനേക്കാൾ അപ്പുറത്ത് അന്നത്തെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമായി ഒന്നുണ്ടായി. അവർ രണ്ടും കാണുന്ന ഈ കുറച്ച് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് നിങ്ങളിലേക്ക് അധികമായി നിങ്ങൾ അവസാനം അതിൻ്റെ പേരിൽ മത്സരിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു കീറത്തുണി മാത്രം, ഒരൊറ്റ വസ്ത്രം മാത്രം ധരിക്കാനായി ഉള്ള ഒരു അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. ഈ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പല സ്വഹാബിമാരും ആ നിലക്ക് ഒരു ജീവിതത്തോടുള്ള വിരക്തിയും സുഹൃത്തും ഒക്കെ തങ്ങളുടെ മുഖമുദ്രയായി സ്വീകരിച്ച പല സ്വഹാബിമാരെയും പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിയും. അഥവാ നമ്മൾ ഇന്നത്തെ കാലത്ത് സൂഫികളുടെ പേരിൽ അല്ലെങ്കിൽ വ്യാജമായ രൂപത്തിൽ ത്വരീഖത്തുകളുടെ പേരിലൊക്കെ ആളുകൾ മനസ്സിലാക്കുന്ന ജീവിതത്തിലുള്ള വിരക്തിയല്ല അത്. കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വലിയ അധ്യാപകന്റെ കീഴിൽ നിന്ന് എന്താണ് ഈ ദുനിയാവ്, എന്താണ് പരലോകം, ദുനിയാവിലെ പരീക്ഷണങ്ങൾ, ദുനിയാവിലെ സമ്പത്ത്, ദുനിയാവിലെ ജീവിതം, ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്, അതിനൊക്കെ നിർത്തേണ്ടത് എവിടെയാണ്, അതിനെ ഒക്കെ ബന്ധപ്പെടുത്തി പരലോകത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചു സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വലിയ വലിയ സമ്പത്തും വലിയ വലിയ സാമ്രാജ്യങ്ങളും തങ്ങളുടെ കീഴടങ്ങിയപ്പോൾ പോലും സ്വഹാബിമാരായ ആളുകൾക്ക് എങ്ങനെയാണ് ദുനിയാവിനെ സമീപിക്കേണ്ടതെന്ന് മനസ്സിലായത്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ ഖിലാഫത്ത് കാലത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ വലിയ അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ ഒരാളാണ്. ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് റസൂല് പറഞ്ഞു പരിചയപ്പെടുത്തി പ്രശംസിച്ച മനുഷ്യനാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ അഹ്ലു ഷൂറയിൽപ്പെട്ട ഖലീഫമാരെ തെരഞ്ഞെടുക്കുന്ന അഹ്ലു ഷൂറയിൽപ്പെട്ട ആളാണ്. അങ്ങനെ വലിയ സേനാ നായകനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാമിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ സൈന്യം യുദ്ധം ചെയ്തു, ജിഹാദ് ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഖുദ്സിന്റെ ജെറുസലേമിന്റെ താക്കോൽ വാങ്ങാനായി അവിടെ അവർ കീഴടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ ഖലീഫയ്ക്ക് ഞങ്ങൾ താക്കോൽ കൈമാറുമെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കാനായി വരുമ്പോൾ അന്ന് മുസ്ലിം ലോകത്ത് ഷാം എന്ന് പറയുന്ന വലിയ പ്രദേശം, അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള വലിയ കച്ചവട കേന്ദ്രം, അറബികൾ പണ്ട് മുതലേ കച്ചവടത്തിന് പോകുന്ന ഷാം എന്ന് പറയുന്ന ജെറുസലേമും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം, ഡമാസ്കസും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം, അതിപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ അവിടെ മുസ്ലിങ്ങൾക്ക് വന്ന വലിയ സുഖസമൃദ്ധി, മുസ്ലിം സൈനികരിൽ തന്നെ ഉണ്ടായ സാമ്പത്തികമായി ഒക്കെ ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ, അവരൊക്കെ ഇതുവരെ സ്വപ്നത്തിൽ കണ്ടിരുന്ന കുറെ കാര്യങ്ങൾ, റോമൻ രാജാവായ ഹിറക്കിലിന്റെ അധികാരവും അയാളുടെ സമ്പത്തും ഒക്കെ സ്വപ്നത്തിൽ പറഞ്ഞിരുന്ന, അതിങ്ങനെ ആഗ്രഹിച്ചിരുന്ന അന്നത്തെ സാധാരണ അറബികൾ, അതൊക്കെ ഇപ്പൊ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഇതൊക്കെ അനുഭവിച്ചു, ഇതൊക്കെ ഇങ്ങനെ കീഴടക്കി വിജയികളായി വന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളുടെ സൈന്യത്തലവൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് സുന്ന വഫാത്തിനൊക്കെ ശേഷം പിന്നെയാണല്ലോ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. കുല്ലുനാ ഗയ്യറതുഹു ദുനിയ ഗയ്റക യാ അബൂ ഉബൈദ. അബൂ ഉബൈദ, നമ്മളൊക്കെ ദുനിയാവ് മാറ്റിക്കളയും, സാഹചര്യങ്ങൾ
പ്രവാചകന്റെ ആ ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഇന്നുള്ളത്. ഖിലാഫത്തുണ്ടായി, മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഭൂപ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിലായി, ഒരുപാട് സക്കാത്തുകൾ, ബൈത്തുൽ മാൽ നിറഞ്ഞു, വളരെ വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മൾക്കൊക്കെ മാറ്റങ്ങളുണ്ടായി. പക്ഷെ അബു ഉബൈദ എന്നിട്ടും നിനക്കൊരു മാറ്റവുമില്ലല്ലോ എന്ന് ഉമർ അബു ഉബൈദ റളിയല്ലാഹു പോലെയുള്ള ആളുകളോട് പറയുന്നത് കാണാൻ കഴിയും. അഥവാ അത്രമാത്രം അധികാരങ്ങളും വലിയ സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ദുനിയാവിനെ എവിടെ നിർത്തണം എന്നവർക്ക് കൃത്യമായി മനസ്സിലായി. ദുനിയാവിലുള്ള പരീക്ഷണം ഏതൊക്കെ നിലക്ക് വരും എന്ന് മനസ്സിലായി. എത്ര കൂടുതൽ ദീനിനോട് നമ്മൾ അടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലായി. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഖുറൈശികൾ ഒരുപാട് പീഡിപ്പിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഖുറൈശികളുടെ പീഡനങ്ങളും താടനങ്ങളും ഏൽക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഇങ്ങനെ പിൽക്കാലത്ത് ഉമറുല്ലാഹിന്റെ തന്നെ ഖിലാഫത്ത് കാലത്ത് ഒരു സദസ്സിൽ അദ്ദേഹം ഇങ്ങനെ ഓർമ്മകളായി വിറക്കുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുൻകാലത്ത് ജീവിച്ച, ആദ്യകാലത്ത് കഷ്ടപ്പെട്ട് മരിച്ചുപോയ ആളുകൾ അദ്ദേഹം ഇങ്ങനെ പറയും, നമ്മൾ പലർക്കും പിൽക്കാലത്ത് ഈ നമ്മൾ ദുനിയാവിൽ അനുഭവിച്ച കുറേ പ്രയാസങ്ങളുടെ ഈ ത്യാഗങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കാനുള്ള അവസരം അള്ളാഹു ചിലർക്ക് നൽകി എന്നെ പോലെ എന്ന് അദ്ദേഹം പറയാണ്. കാരണം പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് അധികാരം ഉണ്ടായപ്പോൾ പിന്നെ അദ്ദേഹം ജീവിച്ചു. എന്നാൽ അദ്ദേഹം അന്നത്തെ കാലത്ത് ഷഹീദായ മരണപ്പെട്ടു പോയ സ്വഹാബിമാരെ അദ്ദേഹം ഓർക്കുന്നത് കാണാൻ കഴിയും. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനൊക്കെ അദ്ദേഹം അന്ന് പറയുന്നത്, എത്ര വലിയ സമ്പത്തുള്ളവരായി ജീവിച്ച മിസ്അബ് എന്തിനു വേണ്ടി, ദീനിന് വേണ്ടി എല്ലാം തിരിച്ചു. ഉഹദ് യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടുമ്പോൾ അദ്ദേഹത്തിന്റെ തല മറയ്ക്കുമ്പോൾ കാല് വെളിവാകുകയും, കാല് മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തല വെളിവാകുകയും, അഥവാ ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ കഫൻ പുടവ് പോലും ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അന്ന് ഓർമ്മിക്കുന്നതൊക്കെ നമുക്ക് പിൽക്കാല ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് ഇത് പ്രവാചകന്റെ ജീവിതത്തിന് അവസാന ഘട്ടത്തിലും ഈ പ്രയാസങ്ങൾ, ഈ പനിയുടെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സ്വഹാബിമാർ തന്നെ സന്ദർശിക്കാൻ വരുന്ന സ്വഹാബിമാർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ദുനിയാവിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നും ഒരു മുഅ്മിൻ അവന്റെ പരീക്ഷണങ്ങൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ രോഗമുണ്ടാകുന്ന ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് റുഖിയ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ് അതിന്റെ ഭാഷയിലെ അർത്ഥം. അഥവാ വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയ കാലത്ത് പലതരത്തിലുള്ള മന്ത്രങ്ങളും അതുപോലെ തന്നെ ആളുകൾ രോഗം മാറുമെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നപ്പോൾ അത്തരത്തിലുള്ള ബഹുദൈവ വിശ്വാസം കലർന്ന, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഒക്കെ കലർന്ന അത്തരം മന്ത്രങ്ങളെയൊക്കെ നിഷിദ്ധമാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ അത് ഷിഫാ ആണ്, രോഗത്തിനുള്ള ശമനമാണ് എന്നതാണല്ലോ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ മുഅവ്വിദാത്ത് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട സൂറത്തുകൾ, അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ പേരക്കുട്ടികൾക്ക് ഓതി മന്ത്രിച്ച് തടവി കൊടുക്കാറുണ്ടായിരുന്നു എന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തഖറഉ ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകൾ അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇത് പാരായണം ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തടവി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മറദി അല്ലദീ മാത ഫീഹി ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകളായ സൂറത്തുകൾ കൊണ്ട്, ഇഖ്ലാസ്, ഫലഖ്, നാസ് ഇവ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മരണപ്പെട്ട വഫാത്തായ ആ രോഗാവസ്ഥയിൽ, ആ അവസാന കാലത്ത് സ്വയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവ ഓതി കൈകളിൽ ഊതി ശരീരത്തിൽ കൈകൾ എത്തിച്ച് തടവുമായിരുന്നു. ഫലമ്മാ സഖുല കുന്തു അൻഫിതു അലൈഹി ബിഹിന്ന, പ്രവാചകൻ അങ്ങനെ അതിനും കഴിയാത്ത രൂപത്തിൽ പനി ബാധിച്ച് പനി കഠിനമായപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇത് ഊതുമായിരുന്നു. വഅംസഹു ബിയദി നഫ്സിഹി ലിബറകതിഹാ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഞാൻ പ്രവാചകന്റെ ആ ബറക്കത്ത് പ്രതീക്ഷിച്ച് പ്രവാചകന്റെ കൈകൾ തടവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നു, കൈഫ യൻഫിതു, റസൂൽ എങ്ങനെയായിരുന്നു ഇവ ഊതാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ രൂപം? അപ്പോൾ അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന കാണാൻ കഴിയും. കാന യൻഫിതു അലാ യദിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവ ഊതി കൈകളിൽ ഊതും. സുമ്മ യംസഹു ബിഹിമാ വജ്ഹഹു, പിന്നെ അതുകൊണ്ട് മുഖം തടവും. അതുപോലെ തന്നെ ഉറങ്ങുമ്പോഴുള്ള സമയത്ത് അതിനോട് അവിടെ പാലിക്കേണ്ട മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിൽ ഊതുകയും ആ കൈ ശരീരത്തിൽ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തടവുകയും ചെയ്യുമായിരുന്നു എന്ന് ഉറക്കത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരിക്കുമല്ലോ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്.
ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രോഗാവസ്ഥയിൽ ഏകദേശം 13ഓളം ദിവസമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രോഗാവസ്ഥയിലുണ്ടാകുന്നത്. സഫർ മാസത്തിൻ്റെ അവസാനം മുതൽ പിന്നെ റബീഉൽ അവ്വൽ തുടങ്ങി. റബീഉൽ അവ്വൽ 12-നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്ത് പല സ്വഹാബിമാരും വന്നും പോയിരിക്കുന്നുണ്ട്, പല സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഒരിക്കൽ ഈ കാലഘട്ടത്തിൽ ഈ സമയത്തിനിടയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഒരാളെ ഉസ്മാനിനെ എനിക്ക് കാണണം. ഉസ്മാൻ റളിയല്ലാഹു വന്നു. ആ മുറിയിൽ നിന്ന് മറ്റ് ആളുകളൊക്കെ പോകാൻ വേണ്ടി റസൂലുള്ളാഹി പറയും. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു റസൂലും മാത്രം കുറച്ചു നേരം സംസാരിക്കും. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാൻ കഴിയും. റസൂൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖം വ്യത്യാസപ്പെടുന്നത്, ആ മുഖത്ത് പല ഭാവങ്ങളും ഇങ്ങനെ മിന്നിമറിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തോ ഗുരുതരമായ ഗൗരവപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സംസാരിച്ചത് ഈ സമയത്തായിരുന്നു, ഈ അവസാന ഘട്ടത്തിൽ. റസൂൽ അദ്ദേഹത്തിന്റെ ചുമലുകളിൽ പിടിച്ചു, ചുമലിൽ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഉസ്മാൻ, അല്ലയോ ഉസ്മാൻ, ഇന്നല്ലാഹ അസ്സ വജല്ല അസാ അൻ യൽബിസക ഖമീസൻ. ഉസ്മാൻ, അല്ലാഹു ഒരു വേള നിങ്ങളെ ഭാവിയിൽ ഒരു വസ്ത്രം ധരിപ്പിച്ചേക്കും, ഒരു ഖമീസ് ധരിപ്പിച്ചേക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവചന സ്വഭാവത്തിലുള്ള ഹദീസുകളാണ് ഇതൊക്കെ. പിൽക്കാലത്ത് മുസ്ലിം ലോകത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും ആ സമയത്ത് ഈ പ്രവാചക സമയം ഇന്ന് പല ആളുകളും പറയുന്ന ഹദീസുകൾ അത് അച്ചട്ടായി അത് അതേ പ്രകാരം അക്ഷരം പ്രതി പുലരുന്നത് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല അസാ അൻ യുൽബിസക ഖമീസൻ. അല്ലാഹു ഉസ്മാനെ, അല്ലാഹു നിന്നെ ഒരു വസ്ത്രം ആ ഭാവിയിൽ ധരിപ്പിച്ചേക്കും. ഫഇൻ അറാദകൽ മുനാഫിഖൂന അലാ ഖലഇ. മുനാഫിക്കുകൾ, കപടന്മാർ നിന്നോടത് അഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടാൽ, നിന്നിൽ നിന്ന് അത് അവർ അഴിച്ചു വെക്കണമെന്ന് നിന്നെ നിർബന്ധിച്ചാൽ, ഫലാ തഖ്ലഅഹു ഹത്താ തൽഖാനി. എന്നെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ നീ മരിക്കുന്നത് വരെ, നാളെ പരലോകത്ത് എന്നെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു ധരിപ്പിച്ച ആ ഖമീസ് നീ അഴിച്ചു വെക്കരുത്. യാ ഉസ്മാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉസ്മാൻ തന്നെ വിളിച്ചു. 3 തവണ ഇത് ആവർത്തിച്ചു പറഞ്ഞു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹായി. അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ലോകത്ത് പിന്നീട് വന്ന 3ാമത്തെ ഖലീഫ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ, അന്ന് മുസ്ലിം ലോകത്തുണ്ടായ ഫിത്ന, ഇസ്ലാമിൽ തന്നെ ഏറ്റവും വലിയ ഫിത്നകളിൽ ഒന്നായ ആ ഫിത്ന, അന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ആളുകൾ, അവയൊക്കെയും പിന്നീട് പിൽക്കാലത്ത് വരുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങൾ അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്താണ് എന്ന് കൃത്യമായി പിന്നീട് ചരിത്രത്തിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ ആവശ്യങ്ങൾക്കും അവർ ഈ ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് പോലുള്ള ആഗ്രഹങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ചെവി കൊടുത്തിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി തന്നെയാണ് അദ്ദേഹം ഷഹീദാവുന്നത്, വധിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോടുള്ള സൂചന, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചനയായിരുന്നു ഈ അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനും 5 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധം പോവുക വരിക എന്നിങ്ങനെ പനിയുടെ കാഠിന്യം കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായി. ഇടയ്ക്ക് പനിയുടെ കാഠിന്യം കാരണം ബോധം മറയും, പിന്നെ വീണ്ടും വരും, അങ്ങനെ ഇങ്ങനെ തുടരും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ ദിവസങ്ങളിൽ സ്വഹാബിമാരോട് പലതും പറയണമെന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ സ്വഹാബിമാർക്ക് എഴുതി കൊടുക്കണമെന്നുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസാന കാലത്ത് അവസാനമായി സ്വഹാബിമാർക്ക് പലതും അവരോട് പലതും പറയണം, ചില രേഖകളിൽ തന്നെ അത് എഴുതണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനിയുടെ ഈ കാഠിന്യം കാരണം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വീട്ടിലുള്ള ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ തലയിലേക്ക് നിങ്ങൾ തണുത്ത വെള്ളം ഒഴിക്കണം. പനിയിൽ നിന്ന് ഹരീഖു അലയ്യ മിൻ സബ്ഇ ഖിറബിൻ ലം തുഹ്ലൽ ഔകിയതുഹുൻ. അന്ന് വെള്ളം ശേഖരിക്കുന്നത് നമ്മളെ പോലത്തെ പാത്രങ്ങളിലല്ലോ, തോൽപാത്രങ്ങളിലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ വെള്ളം ശേഖരിച്ച് ആ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും. അത് തോൽപാത്രമാണെങ്കിൽ അതിൻ്റെ വായ അതിൻ്റെ കെട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കെട്ട് പൊട്ടിക്കാത്ത അങ്ങനെ തന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ച ആ ശുദ്ധജലം, അങ്ങനെ 7 പാത്രങ്ങളിൽ നിന്ന് നിങ്ങൾ എൻ്റെ മേൽ വെള്ളം ചൊരിയണം
ലാലി അഹദു ഇലന്നാസ്, ഞാൻ അത് ഒരു ആ തണുപ്പ് വെള്ളത്തിലൊന്ന് കുളിക്കുകയല്ല, എൻ്റെ മേലാ തണുപ്പ് വെള്ളം ആയി അവരൊരു തണുപ്പും അതുപോലെ തന്നെ ഒരു ഉന്മേഷമൊക്കെ കൈവരിച്ച് ഞാൻ ജനങ്ങളുടെ അടുത്തേക്ക് പള്ളിയിലേക്ക് പോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മഹദിയുടേതായിരുന്ന ഒരു പാത്രം, അതിൽ ഒരു തറയിൽ വെക്കാവുന്ന ഒരു പാത്രം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തുകയും വെള്ളം പോകാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തുമ്മ തഫിഖ്നാ നസുബ്ബു അലൈഹി മിൻ തിൽക്കൽ ഖിറബ്. അങ്ങനെ ആ തോൽപാത്രങ്ങളിൽ നമ്മളിങ്ങനെ അതിൻ്റെ കെട്ടഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലൂടെ വെള്ളം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവസാനം മതി എന്ന് റസൂൽ ആംഗ്യം കാണിക്കുന്നത് വരെ അത് തുടർന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി. നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ ചുമലിൽ തൂങ്ങി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംസാരം നടത്തി. ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ഖുത്ബ, ജനങ്ങളോട് മിമ്പറിൽ വെച്ച് നടത്തിയ അവസാനത്തെ ഒരു സംസാരം എന്നാണ് ഈ സംസാരം അറിയപ്പെടുന്നത്, ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഖുത്ബയും അതുമാനുബന്ധിച്ച കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ ഒരു അവസാന രംഗങ്ങൾ, പ്രവാചകന്റെ രോഗം, പ്രവാചകൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് റസൂലുള്ളാഹി അന്ന് സ്വഹാബിമാർക്ക് നൽകിയ പാഠങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെയും വലിയ പാഠങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ സ്വഹാബിമാർക്ക് കൊടുത്ത കുറേ ഉപദേശങ്ങളുണ്ട്. നിസ്കാരത്തെക്കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിന് പ്രവാചകൻ്റെ ഖബറിനോട് സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിൽ പ്രവാചക അടുത്തുള്ള ആളുകളോട് ഉപദേശങ്ങൾ കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതൊരു നിർദ്ദേശങ്ങളെയും മുറുകെ പിടിക്കുന്ന പോലെ തന്നെ ഈ അന്ത്യഘട്ടങ്ങളിലെ നിർദ്ദേശങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കുറച്ചുകൂടി ഏറുമല്ലോ. ഏതൊരു മനുഷ്യനായാലും നമ്മളായിരുന്നാലും ജീവിതത്തിൽ മരിക്കാനായി എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ മക്കളോടായിരുന്നാലും അടുത്തുള്ള ആളോടെയും പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുവരെ അപ്രധാനമായിരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ അപ്പോൾ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പറയും. ഏറ്റവും ഒരു മനുഷ്യൻ മൂല്യവത്തായി കാണുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ തൻ്റെ ഒരു വേർപാടിന് ശേഷം തനിക്ക് ശേഷം വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഏതൊരു മനുഷ്യനും പറയുക. ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദിവസങ്ങളിലെ ഓരോ പ്രവർത്തികൾക്കും, ഓരോ സംസാരങ്ങൾക്കും, ഉപദേശങ്ങൾക്കും, വസീയത്തുകൾക്കും, ഖുത്ബകൾക്കും ഒക്കെ അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. അതിൽ പലതും നമ്മളിപ്പോൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വസീയത്തുകളും, അത് ഈ സന്ദർഭത്തിലുള്ളത് മാത്രമല്ല, അല്ലാഹു റസൂലിൻ്റെ തിരുജീവിതം, തിരുസുന്നത്തുകൾ മുഴുവൻ ഹദീസുകൾ സ്വഹീഹായി നമ്മളിലേക്ക് സ്ഥിരപ്പെട്ടു വന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ തിരുജീവിതം, ആ കൽപ്പനകൾ, അത് ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.